നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവസാനം അങ്ങനെ ആ മീനും വലയിലായി കഴിഞ്ഞു. വലയിലായ മീനുകളെയൊക്കെ ശ്വാസം പിടഞ്ഞു ചത്താലും പിണറായി സർക്കാർ പറയും ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. പുതിയ അടവാണ് CPM ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ദേവസ്വം മന്ത്രിക്കോ സർക്കാരിനോ ദേവസ്വം ബോർഡുമായി യാതൊരുവിധ ബന്ധവുമില്ലത്രേ. അവർ സ്വതന്ത്രരാണ്. അങ്ങനെ അതും ജയിച്ച പിണറായി സർക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങനെയെങ്കിൽ സഖാവേ, ദേവസ്വം മന്ത്രിയുടെ ജോലി എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത്. ഒരു പണിയുമില്ല, അതാണോ? മന്ത്രിയായി സ്റ്റേറ്റ് കാറിലങ്ങ് ചെത്തി നടക്കുക മാത്രമാണോ ഈ ദേവസ്വം മന്ത്രിയുടെ ജോലി? എന്നാൽ അതിനുമുണ്ട് കൃത്യമായിട്ടുള്ള മറുപടി. അങ്ങനെ ചെത്തി നടപ്പൊന്നുമല്ല, ഞങ്ങൾക്ക് ചില ജോലികളുണ്ട്. മണ്ഡലകാലം വരുമ്പോൾ അല്ലെ ഉത്സവമൊക്കെ വരുമ്പോൾ എല്ലാമൊക്കെ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ ആളായി നിൽക്കുക. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ജോലി. അല്ലാതെ ദേവസ്വം ബോർഡുമായിട്ടോ ദേവസ്വം ബോർഡിൻ്റെ ജോലിയുമായിട്ടോ ഞങ്ങൾ കൈ കടത്താറില്ലത്രേ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി പറഞ്ഞ ചില വാക്കുകളാണിതൊക്കെ. പരോക്ഷമായി പറഞ്ഞാൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡുമായി യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തുമില്ല. എനിക്കൊട്ടൊരു കത്തും കിട്ടിയിട്ടുമില്ല. ഏതായാലും പത്മകുമാർ ഇപ്പോൾ ഇട്ടുകൊടുത്ത തീ AKG സെൻറ്ററിൽ ആളിക്കത്തുകയാണ്. പത്മകുമാറിനെ പൂട്ടാൻ നോക്കിയതാണ് വാസു. ഇപ്പോൾ സർക്കാരിനെ പൂട്ടാൻ നോക്കുന്ന പത്മകുമാറിനെയാണ് കാണാൻ കഴിയുന്നത്. എല്ലാം അയ്യപ്പൻ തെളിയിക്കുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോടെയാണ് പത്മകുമാർ പറയുന്നത്. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ നിന്ന് എങ്ങനെയാണ് സ്വർണം കവർന്നത്? ഉന്നതരുടെ അറിവില്ലാതെ ഇതെങ്ങനെ നടക്കും? പത്മകുമാർ ബോർഡ് പ്രസിഡന്റായത് ഒരു ജില്ലാ നേതാവ് എന്നുള്ള നിലയിലാണ്. ഒരു ജില്ലാ നേതാവിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാനുമാകും. പാർട്ടിയുടെ തീരുമാനങ്ങൾ അനുസരിക്കുന്ന ഒരു അടിമ മാത്രമായിരുന്നോ പത്മകുമാർ? തീരുമാനങ്ങളൊക്കെ സർക്കാർ അങ്ങെടുക്കും, പത്മകുമാർ നടപ്പിലാക്കും. അത്തരത്തിലായിരുന്നോ പോയത്? ഇക്കാലത്താണ് ഏതായാലും യുവതീ പ്രവേശനമൊക്കെ ഉണ്ടായത്. ഇതിനോട് പത്മകുമാറിന് വലിയ വിയോജിപ്പും ഉണ്ടായിരുന്നു. ഇപ്പോൾ ജയിലുള്ള വാസു ആണ് അക്കാലത്ത് അന്ന് ബോർഡ് ഭരിച്ചിരുന്നത്. തീരുമാനങ്ങൾ വാസു നടപ്പിലാക്കുന്ന രീതിയാണ് അന്ന് ഉണ്ടായത്. പത്മകുമാർ ഒരു ഡമ്മി ആയിട്ട് ഇരിക്കുന്ന കാഴ്ചകളും ചിലപ്പോഴൊക്കെ കാണാൻ സാധിച്ചു. വാസു എടുക്കുന്ന തീരുമാനങ്ങൾ കടകംപള്ളിയുടേതായിരുന്നു എന്നുള്ളതായിരിക്കാം ഇപ്പോൾ വരുന്ന സൂചനകൾ. വാസു ജയിലായപ്പോൾ കടകംപള്ളി സന്ദർശിക്കുകയുമിരുന്നു. വാസു സാറ്, വാസു സഖാവ് പാവമായിരുന്നു എന്നുള്ള കടകംപള്ളിയുടെ പരോക്ഷമായ വിമർശനവും ഒരുപക്ഷെ ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊലയിൽ പത്മകുമാറിന്റെ അറസ്റ്റോടെ കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇപ്പോൾ CPM. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം സംസ്ഥാന സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കുമെന്നുള്ളത് വ്യക്തമാണ്. കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ SIT സംഘം. ഇന്നലെ അറസ്റ്റിലായ പത്മകുമാറിന്റെ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനെ കുരുക്കുന്ന ചില പരാമർശങ്ങൾ വന്നതോടുകൂടിയാണ് ഈ നീക്കം. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളികളുടെയും ദ്വാരപാലക ശില്പങ്ങളുടെയൊക്കെ സ്വർണം പൂശാൻ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന വിവരം ദേവസ്വം മന്ത്രിക്കും അറിയാമെന്നാണ് പത്മകുമാറിന്റെ മൊഴി. സ്പോൺസറാകാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള കത്ത് കടകംപള്ളി സുരേന്ദ്രൻ നൽകിയതായി ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നതായും ഈ മൊഴിയിലുണ്ട്. ഈ മൊഴിയാണ് മുൻ മന്ത്രിക്ക് ഇപ്പോൾ കുരുക്കായി മാറിയിരിക്കുന്നത്. ഇതോടെ യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളത് വരുത്താൻ കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമായി മാറിയിരിക്കുകയാണ്. ദേവസ്വം മന്ത്രിയും തന്ത്രിയും ഉൾപ്പെടെയുള്ള ഉന്നതരുമായി പോറ്റിക്ക് അടുപ്പമുണ്ടെന്നും അങ്ങനെയാണ് താൻ പോറ്റിയുമായി സൗഹൃദത്തിലായതെന്നുമാണ് പത്മകുമാറിന്റെ മൊഴിയിലുമുണ്ട്. ഇതോടെയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുക്കാൻ SIT ആലോചിക്കുന്നത്. എന്നാൽ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷമാകും ഈ അന്തിമ തീരുമാനം. ഏതായാലും SIT തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകാനിരിക്കുകയാണ്. പത്മകുമാറിന് ഇപ്പോൾ തിരിച്ചടിയായത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും പിടിച്ചെടുത്തിട്ടുള്ള ചില രേഖകളും ഉദ്യോഗസ്ഥരുടെ മൊഴികളുമാണ്. റിമാൻഡ് റിപ്പോർട്ടിലും പത്മകുമാറിന്റെ ഇടപെടൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. നിർണായക തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്നലെ ഉച്ചയ്ക്ക് 3:30 അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടിയായതിനാൽ പ്രത്യേക സംഘം കരുതലോടുകൂടിയാണ് അറസ്റ്റിനുള്ള കരുക്കളൊക്കെ നീക്കിയത്. റിമാൻഡ് റിപ്പോർട്ടിലും പത്മകുമാറിന്റെ ഇടപെടൽ SIT വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെയും വാസുവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പത്മകുമാറിന്റെ മൊഴിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉദ്യോഗസ്ഥർ തന്ന രേഖ പ്രകാരമാണ് നടപടിയെടുത്തതെന്നാണ് പത്മകുമാർ പറയുന്നത്.
പോറ്റിയുമായി ആറന്മുളയിലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പത്മകുമാർ പലതവണ കൂടിക്കാഴ്ച നടത്തിയെന്നും SIT പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് നൽകിയ അപേക്ഷയാണ് ബോർഡിന് കൈമാറിയതെന്നാണ് പത്മകുമാർ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ദേവസ്വം മന്ത്രിക്ക് നൽകിയ അപേക്ഷയാണ് കൈമാറിയത്. സർക്കാർ അനുമതിയോടുകൂടിയ തന്നെയാണ് ഈ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മൊഴിയിലുണ്ട്. സ്വർണ്ണക്കൊള്ളയിലെ 6ാമത്തെ അറസ്റ്റാണിത്. അതേസമയം ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ സർക്കാരിന്റെ അറിവോടെയല്ലെന്നും 5 ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയാണെന്നും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തന്റെ ഭരണസമയത്ത് വന്നിട്ടില്ല. ഇളക്കാൻ പറയാനും സ്വർണം പൂശാൻ പറയാനും ഒന്നും ദേവസ്വം മന്ത്രിക്ക് അധികാരമൊന്നുമില്ല. കടകംപള്ളി സുരേന്ദ്രന്റെ ഭരണകാലത്താണ് ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ നടന്നത്. ഈ വിഷയത്തിൽ കടകംപള്ളിക്കും കൈ കഴുകാൻ ആകാത്ത ഒരവസ്ഥ തന്നെയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം സ്വതന്ത്രമാണെന്നും ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനത്തിന് മന്ത്രിതലത്തിൽ ഫയൽ അയക്കേണ്ട കാര്യമില്ലെന്നുമാണ് ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും എല്ലാ കാര്യങ്ങളും ഒന്നും മാധ്യമങ്ങളോട് വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്നാണ് കടകംപള്ളി പറയുന്നത്. കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാമെന്നും സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. അതേസമയം സ്വർണ്ണക്കവർച്ച കേസുമായി ശബരിമല വിഷയവുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്നുള്ള രീതിയിലാണ് CPM ആ ഒരു അകലം പാലിച്ചു തന്നെ നിൽക്കുകയാണ്. ആരിതിനകത്ത് പ്രതിയാണോ അവർക്ക് തക്ക ശിക്ഷ നൽകട്ടെ എന്നുള്ള CPMന്റെ തീരുമാനം. പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി ഏതായാലും CPM വെട്ടിലായിരിക്കുകയാണ്. ശബരിമല തീർത്ഥാടനം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കയ്യെത്തും ദൂരത്ത് തന്നെ എത്തി നിൽക്കുകയാണ്. ഇതിനിടെയാണ് ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഉപ്പ് തിന്നവൻ ഏതായാലും വെള്ളം കുടിക്കുമെന്നുള്ള പല്ലവി ഇതിന് ഏറ്റവും അധികം ഉദാഹരണമാണ്. വാസുവിന്റെ അറസ്റ്റോടെയാണ് കവർച്ചയുടെ ബന്ധം ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് എത്തുന്നത്.